കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്കാകെ പരിഹാരമായി നമ്മുടെ മുഖ്യമന്ത്രി ഉയർത്തുന്നത് തുറമുഖാധിഷ്ഠിത വിമാനത്താവളാധിഷ്ഠിത പദ്ധതികളാണ്. കേരളത്തിലെ ഒട്ടേറെ നദികളുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാകണമെങ്കിൽ പണം വേണം. പണം ഒരു പ്രശ്നമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ തന്നെ ടാറ്റ വന്നിരിക്കുകയാണ് 10,000 കോടിയുമായിട്ട്. നിക്ഷേപമാണ്. അപ്പോൾ അദ്ദേഹം ഒരു കപ്പൽ നിർമ്മാണശാല തുടങ്ങും എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കപ്പൽ നിർമ്മാണശാലയ്ക്ക് കുറച്ചുകൂടി സ്ഥലങ്ങൾ കൊടുത്ത് അതിനെ വിപുലീകരിക്കും. ചുരുക്കി പറഞ്ഞാൽ കേരളം ഒരു വലിയ തുറമുഖ അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾ കൊണ്ടും വ്യോമാധിഷ്ഠിതമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ കൊണ്ടും മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. അത് പരീക്ഷിക്കുക തന്നെ വേണം. കേരളീയർ അതിനാവശ്യമായ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കണം. കാരണം ഒരു പരിപാടിയില്ലാതെ കിഫ്ബി മുഖാന്തരം കൂടുതൽ പണം സമാഹരിച്ച് അതിന് വമ്പിച്ച പലിശ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഇതും ഒന്ന് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇതുകൂടാതെ അദ്ദേഹം കേരളിനെ അധിക്ഷേപിച്ചതിന് അല്ലെങ്കിൽ കേരളിനെ കുറിച്ചുള്ള പരാതിയായിട്ട് പറഞ്ഞ് പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുമെന്ന്. പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കാത്ത രീതിയിൽ അദ്ദേഹം അതിവേഗ റെയിൽ കൊണ്ടുവരുമെന്നും പറയുന്നതിനുള്ള പദ്ധതിയായിട്ടുണ്ടത്രേ. ഇതൊക്കെ എങ്ങനെ ജനകീയമായ ഒരു ചർച്ചയിലൂടെയാണോ ഉയർന്നു വരുന്നത്, സതീശൻ്റെ മനസ്സിൽ ഉയർന്നു വരികയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമേ സംശയമുള്ളൂ. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെയെങ്കിലും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നില്ല എങ്കിൽ തീർച്ചയായും അദ്ദേഹം ഇക്കാര്യത്തിൽ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് പറയാനുള്ളത്, എന്ത് പദ്ധതി മനസ്സിൽ തോന്നിയാലും അത് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കിയ പ്രസ്ഥാനത്തെ അതാദ്യം ബോധ്യപ്പെടുത്തി അവരുടെ പിന്തുണ നേടണം. പിന്തുണ നേടി മാത്രമേ തനിക്ക് നടപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. പോരാഞ്ഞിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായത് എങ്ങനെയാണ്? 2 തലതൊട്ടപ്പന്മാരെ വെട്ടിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അവരുടെ ഗ്രൂപ്പുകൾ സജീവമാണ്. ആ ഗ്രൂപ്പുകളൊക്കെ സതീശന് പിന്തുണ നൽകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ? വികസന കാര്യമായതുകൊണ്ട് അവർ തീർച്ചയായിട്ടും എതിര് നിൽക്കുകയില്ലെന്ന് വിശ്വസിക്കാം. ഏതായാലും സതീശന് എന്തെല്ലാം പറഞ്ഞാലും കുറേ സ്വപ്നങ്ങൾ മനസ്സിലുണ്ടല്ലോ. അതെല്ലാം അദ്ദേഹം ജനങ്ങളോട് പറയുന്നുണ്ടല്ലോ. അത് ജനങ്ങൾ കേട്ടതിന് ശേഷം അത് തീർച്ചയായും നടപ്പാക്കുമെന്ന് തന്നെയാണ് തോന്നിപ്പോകുന്നത്. മാരിടൈം ഒരു സെമിനാറിലാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നടപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാക്കി മാറ്റണമെങ്കിൽ, ഇതിന് ജനകീയ പിന്തുണ കിട്ടണമെങ്കിൽ അദ്ദേഹം തൻ്റെ പാർട്ടിയുടെയും മറ്റുമൊക്കെ പിന്തുണ, അത് കേന്ദ്രം മുതൽ താഴോട്ട് എല്ലാവരുടെയും പിന്തുണ തീർച്ചയായും നേടിയെടുക്കുമെന്നും അത് നടപ്പാക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു.